ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ പ്രഷർ ചീര ഇത് വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് വേലിയോരങ്ങളിലേക്ക് വെക്കുന്ന ഒരു ചീരയാണ്, മരം പോലെ വരും. അപ്പം അതിനെ വേലിച്ചീര എന്നും പറയും, പ്രഷർ ചീര എന്ന് പറയും. പ്രഷർ കുറയ്ക്കുന്ന ഒരു ചീര, ലോട്ട് ഓഫ് വിറ്റമിൻസ് ഉള്ളൊരു ചീരയാണ്. അപ്പോൾ ഈ പ്രഷർ ചീര എനിക്ക് കിട്ടി, എൻ്റെ മോളുടെ അടുത്ത് പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ കായും ഒക്കെ ഉണ്ട്. കായൊന്നും നമ്മൾ എടുക്കുന്നില്ല, നമ്മളിതാ ചീര മാത്രമാണ് എടുത്തിട്ട് തോരൻ വെക്കാനായിട്ട് പോകുന്നത്. ലോട്ട് ഓഫ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ചീരയാണ്. ലോ പ്രഷർക്കാർക്ക് കുറച്ച് കഴിച്ചാൽ മതി. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കൊക്കെ ഇത് ധാരാളം കഴിക്കാം. ഇപ്പോൾ ഇലകൾ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലെ കായൊക്കെ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇടയിൽ ഇങ്ങനെ അതിൻ്റെ പൂവും കായും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയ ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളിടയിൽ. അപ്പോൾ അത് മാറ്റിയ ശേഷം ഇല ഇങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ബാക്കി പ്രോസസ്സൊക്കെ, പക്ഷേ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ചീര. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ കട്ട് ചെയ്ത് വൃത്തിയിൽ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് വേവ് കൂടുതലാണ് നമ്മുടെ മറ്റേ ചീരകളെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്ന പോലെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഇതും ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു സവാള, ഒരു 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഒരു 5-6 ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയ്ക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ, ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അവിടെ ചീരയുടെ വെള്ളമയ്ക്ക് വാലാൻ വെച്ചിട്ടുണ്ട്, വെള്ളമയ്ക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഈ സവാള ഒന്നായ ശേഷം നമുക്ക് നമ്മുടെ ചീര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമ്മൾ ചീര ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ വെള്ളം കുടഞ്ഞില്ല, ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചീര വേവിച്ചെടുത്തത്. ഇപ്പോൾ ചീരയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ചീരയല്ലേ ചുങ്ങി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് കുറേ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിത് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കുക്ക് ചെയ്യാൻ സമയമെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു, വെന്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫൈനൽ സ്റ്റേജിൽ നാളികേരം ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രഷർ ചീര വെച്ചിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള പ്രഷർ ചീര. അപ്പോൾ നിങ്ങൾക്ക് പ്രഷർ ചീര കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടാവും. വേവ് കുറച്ച് കൂടുതലാണ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.